ഹലോ, എന്നത്തെയും പോലെ തന്നെ ഞങ്ങൾ ഇന്നും ഏഴാറ്റുമുഖത്തേക്ക് പുറപ്പെട്ടു കേട്ടോ. ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയണത് എന്തായാലും ആനനെ കാണുന്നതാണ് കേട്ടോ. ഞായറാഴ്ച ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ പോർക്കിൻ്റെയും ബീഫ്, ചിക്കൻ, മട്ടൺ സ്റ്റാളുകളിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കടന്ന് ഞങ്ങൾ ഡ്രീം വേൾഡിൽ അവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. അങ്ങനെ നമ്മൾ കാട് കയറാൻ പോവാണല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ സിൽവർ സ്ട്രോമിൻ്റെ പാലം കയറി നേരെ ഇപ്പുറത്ത് കടന്നു കേട്ടോ, ഏഴാറ്റുമുഖത്തി. അപ്പോൾ നമ്മുടെ ടീമുകളൊക്കെ അവിടെ കിടക്കണ്ടായിരുന്നു കേട്ടോ, പശുക്കള്. ഇവരെയൊക്കെ കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടാ. പോയപ്പോൾ ഒരു അമ്പലം, എപ്പോൾ പോയാലും ആ അമ്പലം കാണാറുണ്ട്, ഞങ്ങൾ അവിടെ കയറി തൊഴാറുണ്ട് കേട്ടോ. ഒരു കുഞ്ഞമ്പലമാണ് കേട്ടോ, അടച്ചിട്ടൊക്കെ ആയിരുന്നു അവിടെ. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് കേട്ടോ അവിടെ ഫ്രഷ് ആനപ്പിണ്ടങ്ങൾ കിടക്കണത്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായിട്ടാ ഇപ്പം തന്നെ ആന കയറി പോയിട്ടുള്ളൂ എന്ന്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു ചേട്ടനും ആളെ വൈഫും കൂടിയിട്ട് ക്യാമറ ഒക്കെ പിടിച്ച് അവിടെ നിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ട് അവിടെ ആനയുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ മലയുടെ അവിടേക്ക് നോക്കിയപ്പോൾ 3 ആനകൾ പോകണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അകലെ നിന്നിട്ടാണെങ്കിലും 3 ആനകളെ കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് അതിരപ്പള്ളി റൂട്ടിക്കാണ് കേട്ടോ. ആ ചേട്ടനും ചേച്ചിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ അതിരപ്പള്ളി റൂട്ടിൽ ആന ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ പോയാൽ കാണാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. പക്ഷെ ഞങ്ങൾ വ്യൂ പോയിന്റ് അവിടെ വരെ പോയെങ്കിലും ആനകളെയൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ദിയാളുണ്ടല്ലോ, നമ്മുടെ ക്യാമറയ്ക്ക് പോസ് ചെയ്ത് തരാണ് കേട്ടോ ചെയ്തതാള്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കുരങ്ങന്മാരെയൊക്കെ കാണാനായിട്ട്. അവിടെ നിന്ന് ഞങ്ങൾ പോന്നപ്പോൾ എന്തെന്നില്ലാത്ത ദാഹമായിരുന്നു കേട്ടോ ഒരാൾക്ക്. അങ്ങനെ കരിക്ക് കുടിച്ചു. ഞാനൊന്നും കുടിക്കാൻ നിന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ പുഴയുടെ അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി പുഴയൊക്കെ ഒന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നപ്പോൾ എനിക്ക് ചായ വാങ്ങിച്ചു തരാമെന്ന് ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാലക്കുടിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ചായ കടയ്ക്കാണ് കേട്ടോ കൊണ്ടുപോയത്. ഇതിന്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും കേട്ടോ. അവിടുത്തെ ചിക്കൻ കാലുകൊണ്ടുള്ള പപ്സാണ് കേട്ടോ കഴിച്ചത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.